വെള്ളാപ്പള്ളിയെ തൊട്ടില്ല, എന്നാൽ യോഗിയെ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരാൻ സേവാ സംഘത്തിന് ആഗോള അയ്യപ്പ സംഗമത്തിന് കൊണ്ടുവരാൻ ക്ഷണിച്ചതും യോഗി വരാതിരുന്നിട്ടും ഒരു സന്ദേശം അയച്ച് ആ സന്ദേശം വായിച്ചതും വലിയ തോതിൽ BJP CPM ഡീലുണ്ടെന്ന് പ്രതിപക്ഷ കക്ഷികൾക്ക് പറഞ്ഞു പരത്താനുള്ള ഒരു സംവിധാനമാക്കി കൊടുത്തു CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള ഗുരുതരമായ ഒരാരോപണം വച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആരോപണം, വെള്ളാപ്പള്ളി നടേശനെ ആയിട്ടുള്ള ബന്ധത്തിൽ ഉള്ള വിഷയത്തിൽ വന്നൊരു തീരുമാനം, അതിൽ തൊട്ടില്ല. അത് ശരിയാണോ തെറ്റാണോ, അല്ല വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ബന്ധവും വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതും ഒക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയലുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളാപ്പള്ളിയോട് ഒരു മൃദു സമീപനം ഉണ്ടായിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയത്തിൻ്റെ കാരണങ്ങൾ വിശകലനം ചെയ്തത് CPM സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് ജാതി സമവാക്യങ്ങളും SIR നടപടികളും പാർട്ടിക്ക് മുന്നണിക്കും തിരിച്ചടിയായെന്നാണ് റിപ്പോർട്ടിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു കുറ്റസമ്മതം കൂടിയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും ഇടനിലത്തിൽ നിന്ന് അകന്നുപോയി. ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആളുകളും കേരള കോൺഗ്രസിൻ്റെ ആളുകളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വളരെ കൃത്യമായി ഇതിൽ നിന്ന് അകന്നു പോയി എന്നാണ് പറയുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാജയത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സർക്കാരിനെതിരെ നടന്ന പ്രചരണത്തിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും ഇത് വലിയ തോതിൽ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ കാരണമായെന്നുമാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ വിവാദ വിദ്വേഷ പ്രസ്താവനകളെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറാകുന്നത് വലിയ തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ സ്വയം വിമർശനമുണ്ട്. അയ്യപ്പ സംഗമ വേദിയിൽ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് പരിപാടിയുടെ ശോഭ കെടുത്തിയെന്നും ഇത് ജനവികാരത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നും പാർട്ടി വിലയിരുത്തുന്നു. അപ്പോൾ സത്യസന്ധമായ വിലയിരുത്തലുകളിലേക്ക് പാർട്ടി വരികയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തളിപ്പറമ്പിലെ പരാജയം സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് കൊണ്ടാണെന്ന വാദത്തെ റിപ്പോർട്ട് തള്ളിക്കളയുന്നു. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ ഏകകണ്ഠമായാണ് തിരഞ്ഞെടുത്തതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഒറ്റയ്ക്കല്ല തിരഞ്ഞെടുത്തത്, ഏകകണ്ഠമായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് വലിയ വിഷയമല്ല എന്നും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വെള്ളാപ്പള്ളിയുടെ പ്രശ്നങ്ങളായാലും യോഗി ആദിത്യനാഥിൻ്റെ ലെറ്ററായാലും ഇതൊക്കെ കൂടിയാണ് CPMന് വോട്ട് നഷ്ടപ്പെടുത്തി കൊടുത്തത് എന്നുള്ള വാദമുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രവർത്തന ശൈലിയും അതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെ തൊട്ടിട്ടില്ല എന്നുള്ളതും നേതാക്കളുടെ പാർലമെൻ്ററി വ്യാമോഹവും അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പിഴവുകളും മുകളിൽ തട്ടിൽ നടക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും ഒന്നും തന്നെ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ കാര്യം. അങ്ങനെ ചർച്ച ചെയ്യാതെ പോകുമ്പോൾ ഉപരിപ്ലവമായി മുഖ്യമന്ത്രിയെ ഒന്ന് പ്രതിരോധിക്കാനും അല്ലെങ്കിൽ തളിപ്പറമ്പിൽ MV ഗോവിന്ദന് തളിപ്പറമ്പിൽ കൊടുത്ത സ്ഥാനാർത്ഥിത്വത്തിനെ അല്ലെങ്കിൽ അവിടെ കണ്ണൂർ കൊടുത്തിട്ടുള്ള TK ഗോവിന്ദൻ ജയിച്ച മണ്ഡലത്തിലെയോ അല്ലെങ്കിൽ പയ്യന്നൂരിലെയോ സ്ഥാനാർത്ഥിത്വം വെച്ചുകൊണ്ടുള്ള ഒരു കളി മാത്രമല്ല വരേണ്ടത്. തളിപ്പറമ്പിൽ വൈഫിനെ നിർത്തിയത് ഭാര്യയെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയെ നിർത്തിയതൊന്നും അല്ല പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ, അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന MV ഗോവിന്ദൻ മാഷ് അതിനെ പ്രതിരോധിച്ച് രക്ഷിച്ചെടുക്കണം, പിണറായി വിജയനെ പ്രതിരോധിച്ച് രക്ഷിച്ചെടുക്കണം എന്നതിനപ്പുറം കൃത്യമായ ഒരു അവലോകനം നടക്കുന്നില്ല എന്നുള്ളതാണ് CPMൻ്റെ ഈ ഏറ്റവും വലിയ പരിമിതിയും പരാജയവുമായി. നമ്മളൊരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യകാരണ സഹിതം ഡേറ്റ വെച്ച് കൃത്യമായി അനലൈസ് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒരു അനാലിസിസ്, അങ്ങനെ ഒരു ചിന്ത ഇതിനകത്ത് പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായ ഒരു എന്താ പറയുക, ഒരു അഴകുഴമ്പൻ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ജാതി സമവാക്യങ്ങളാണ് ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത്. ജാതി സമവാക്യമൊക്കെ കലാകാലങ്ങളിൽ കേരളത്തിലുള്ളതാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾ എല്ലാ കാലവും അവരവരുടേതായ നിലപാടുകൾ എടുക്കുന്നതാണ്. ഇതെല്ലാം വച്ചുകൊണ്ടുള്ളൊരു സമൂഹം തന്നെയാണ് ഈഴവരും. അതുപോലെ തന്നെ ഹിന്ദു സമൂഹം എടുത്താൽ ഈഴവരും നായരും അത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരും അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അപ്പുറത്തെടുത്താൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടേതായ നിലപാടുകളിൽ തന്നെ അവർ നിൽക്കും. അതൊക്കെ UDFന് പോയെങ്കിൽ എന്തുകൊണ്ട് പോയി? എന്താണ് LDFന് സംഭവിച്ചത്? വലിയ ജാതി പ്രീണനം നടത്തിയതാണോ, മതപ്രീണനം നടത്തുന്നതാണോ, അതോ ഓരോ ജാതിക്കാരെയും മതക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 പ്രീണനം നടത്തി അവസാനം ആരും കൂടെ ഇല്ലാത്ത, എല്ലാവരും ഈ കള്ളത്തരം മനസ്സിലാക്കിയത് കൊണ്ട് ആരും കൂടെ ഇല്ലാത്തൊരു സാഹചര്യമാണോ ഉണ്ടായത് എന്നുള്ളതും ഗൗരവമായി ആലോചിക്കണം. അപ്പോൾ എന്താണ്
സംഭവിച്ചത് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഡേറ്റ വെച്ചുള്ളൊരു വിശകലനം നടത്തുന്നതിന് പകരം ഒരു വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. അത് ശരിയായില്ല എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നിലപാടുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരം നിലപാടുകൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.